നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇനി നമ്മുടെ തകർന്നുപോയ വയനാടിന്റെ മുണ്ടക്കൈയെയും ചൂരൽമലയെയും പുനർനിർമ്മിക്കുക എന്നതാണ്. അതിന്റെ വലിയ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനം കേന്ദ്രം ഒരു വായ്പ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ സഹായം ചോദിച്ചു, പക്ഷെ നമുക്ക് നൽകിയത് വായ്പയാണ്. വളരെ വിചിത്രമായ നിബന്ധനകളൊക്കെയാണ് ഈ വായ്പയ്ക്ക് കേന്ദ്രം ചുമത്തിയിരിക്കുന്നത്. ഈ മാർച്ച് 31 മുൻപ് തുക ചെലവഴിച്ച് അതിന്റെ രസീത് കേന്ദ്രത്തിനെ കാണിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ സാധ്യമാകും? ഈ അപ്രായോഗികമായ നിബന്ധനകൾ എന്തിന് അടിച്ചേൽപ്പിക്കുന്നു എന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ പോവുകയാണ് ആ സംസ്ഥാനം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇത് സംബന്ധിച്ച് ആ യോഗത്തിലുണ്ടായ തീരുമാനം എന്ന് പറയുന്നത് കൃത്യമായി കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക. കാരണം കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് മുന്നോട്ട് പോവുക തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത്. ഷീജ തിരുവനന്തപുരത്ത് അല്ലേ? വയനാട് പുനരധിവാസത്തിൽ നമ്മുടെ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നല്ലോ. സർക്കാരിന്റെ അടുത്ത നീക്കം എന്താണ്? പ്രത്യേകിച്ചും ഈ കേന്ദ്രം ഒരു വായ്പ തന്നിട്ടുണ്ട്, പക്ഷേ വിചിത്രമായ നിബന്ധനകളൊക്കെ അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ഒപ്പം പുനരധിവാസ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത് ഏത് രീതിയിലാണ്? തീർച്ചയായും ഏതായാലും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ ആകെ പുനരധിവാസമാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിരവധി ഘട്ടങ്ങളായി സംസ്ഥാനം സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കാപ്പെക്സ് വായ്പയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഡിസംബർ മാസത്തിലായിരുന്നു ഇത്തരത്തിൽ മൂലധന നിക്ഷേപത്തിനും കാപ്പെക്സ് വായ്പയ്ക്ക് ഒരു അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ആയിരുന്നു ആദ്യം അപേക്ഷിച്ചത്. ഈ കാപ്പെക്സ് വായ്പയ്ക്ക് വേണ്ടി ആദ്യം ആവശ്യപ്പെട്ടതും സംസ്ഥാനം തന്നെയായിരുന്നു. 16 പ്രോജക്റ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു സംസ്ഥാനം ഈ ഒരു ആവശ്യം കേന്ദ്രത്തിന് മുന്നിലേക്ക് വെച്ചത്. അതിൽ ഈ 529 കോടിയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അതിലുള്ളൊരു നിബന്ധനയാണ് ഇപ്പോൾ സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുന്നത്. കാരണം കാപ്പെക്സ് വായ്പയ്ക്ക് അങ്ങനെ ഒരു വർഷത്തെ ഒരു കാലാവധിയാണ് കാപ്പെക്സ് വായ്പയ്ക്ക് സാധാരണ രീതിയിൽ നൽകുക. അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അനുവദിക്കുക. പക്ഷേ ഈ മാർച്ച് 31 എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. കാരണം ഒരു തരത്തിലും ഇത് 16 വകുപ്പുകളിലൂടെ, കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഈ ഒരു 40 ദിവസം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗത്തിൽ കേന്ദ്രത്തിനോട് ഇതിൽ സമയം നീട്ടി ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുക. സാധാരണയുള്ള കാപ്പെക്സ് വായ്പയ്ക്ക് നൽകുന്ന ഒരു കാലാവധി, അത് 1 വർഷ കാലയളവാണ്. അത് സംസ്ഥാനത്തിനും അനുവദിക്കുക എന്നുള്ളൊരാവശ്യം കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യപ്പെടുന്നതായിരിക്കും. അത് ഔദ്യോഗികമായി കത്തായി തന്നെ നൽകി ആവശ്യപ്പെടും. അതിനു മുൻപ് തന്നെ ചീഫ് സെക്രട്ടറിയൊക്കെ അനൗദ്യോഗികമായിട്ടുള്ള ചർച്ച കേന്ദ്രവുമായി ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുകൂലമായ ഒരു മറുപടിയും ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഔദ്യോഗികമായി ഇനിയിപ്പോൾ കത്ത് നൽകിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കൂടി കടക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. ആ ഭാഗം ഒരു വശത്ത് നിൽക്കുന്നു. അതിനൊപ്പം തന്നെ പക്ഷേ ഈ കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് ഇവിടെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ആ രീതിയിൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ ഒരു സമിതിയെ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിക്കായിരിക്കും 16 അംഗ സമിതിയാണ്. അപ്പോൾ ഈ സമിതിക്കായിരിക്കും ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു മേൽനോട്ട ചുമതല എന്ന് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ടൗൺഷിപ്പിലേക്ക് സഹായവുമായി എത്തിയിട്ടുള്ള നിരവധി സ്പോൺസർമാരുണ്ട്. അപ്പോൾ ഇവരൊക്കെയായി അടുത്ത ഘട്ടത്തിലുള്ള തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. തുടർ ചർച്ചകളൊക്കെ ഈ സമിതിയായിരിക്കും നടത്തി മുന്നോട്ട് പോകുക. അതിനൊപ്പം തന്നെ ഇനി തുടർ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം കൂടി വേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ പരിഗണിക്കണം അതിൻ്റെ ഒരു പ്ലാനും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ, വായ്പയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു കേന്ദ്ര സർക്കാർ, അത് ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്കാണ് മനു വിനിഷ ഇപ്പോൾ ഏതായാലും സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. ഷീജ, അതായത് ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഈ സമിതിക്കായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ പൂർണ്ണമായ മേൽനോട്ടവും ചുമതലയും?
തീർച്ചയായും, കാരണം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ചുമതല കൃത്യമായ രീതിയിൽ ഈ ഒരു 16-അംഗ സമിതിക്ക് നൽകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തുടർ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ സ്പോൺസർമാരുടെ കാര്യം തന്നെ എടുത്തു പറഞ്ഞത് അത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തി. അതിൻ്റെ തുടർ ചർച്ചകൾ മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിൻ്റെ തുടർ നടപടികൾ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓരോ ഘട്ടവും കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ച് ഉറപ്പാക്കി മുന്നോട്ട് പോകുക, അതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ഈ ഒരു 16-അംഗ സമിതിയെ കൂടി നിയോഗിച്ചിരിക്കുന്നത്. ഈ സമിതി കൃത്യമായ രീതിയിൽ ഇതിൻ്റെ മേൽനോട്ടം, ആവശ്യമായ ഘട്ടങ്ങളിൽ തുടർ ചർച്ചകൾ ഒക്കെ നടത്തി മുന്നോട്ട് പോകുക, അതിൻ്റെ ഒരു പൂർണ്ണ ചുമതല നൽകുക, അത് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സർക്കാരിനായിരിക്കും. ആ രീതിയിലാണ് നിലവിലിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്.